السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. أيها الولد درس 11. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധ റമളാനും പെരുന്നാളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. റമളാനിൻ്റെ അവസാനത്തിൽ നമുക്ക് 1-2 ക്ലാസ്സുകൾ എടുക്കാൻ കഴിയാതെ പോയെങ്കിലും ഇപ്പോൾ എല്ലാവരും ഏകദേശം ഫ്രീ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടെ നമുക്കൊന്നുകൂടെ സജീവമാകണം. അൽഹംദുലില്ലാഹ്, നന്നായി താല്പര്യമുള്ള ഒരുപാട് പഠിതാക്കളുള്ളത് നമുക്ക് വലിയ ഉന്മേഷവും ആവേശവും തരുന്നു. ക്ലാസ് വന്നില്ലെങ്കിൽ എന്താണ് ക്ലാസ് വരാത്തതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുന്ന പഠിതാക്കളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പ്രത്യേകം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കേവലം ഒരു കേട്ടുപോക്കാക്കാതെ മനസ്സറിഞ്ഞ് കേൾക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് അയ്യുഹൽ വലദിൻ്റെ ക്ലാസ്സൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്ന വല്ലാത്ത മരുന്നുകളാണ്. ആ മരുന്നൊക്കെ യഥേഷ്ടം ആസ്വദിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അയ്യുഹൽ വലദ്, ഓ മോനെ എന്ന് വിളിച്ച് വീണ്ടും ഉപദേശിക്കുകയാണ്. ഇജ്അലിൽ ഹിമ്മത്ത ഫിർ റൂഹി വൽ ഹസീമത്ത ഫിൻ നഫ്സി വൽ മൗത ഫിൽ ബദൻ. 3 വിഷയങ്ങളാണ്, ഒരു മനുഷ്യൻ്റെ 3 അവസ്ഥകളാണ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആത്മാവ്, റൂഹ്. മറ്റൊന്ന് നഫ്സ്, മനസ്സ്. മറ്റൊന്ന് ബദൻ, ശരീരം. ഈ 3ഉം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. ഇജ്അലിൽ ഹിമ്മത്ത ഫിർ റൂഹി, നിന്റെ മനക്കരുത്ത്, നിന്റെ മനോദാഢ്യത അത് നിന്റെ ആത്മാവിൽ നീ ആക്കണം. വൽ ഹസീമത്ത, നിന്റെ പിന്തിരിഞ്ഞോട്ടം അത് ഫിൻ നഫ്സ്, നിന്റെ മനസ്സിലാക്കണം. വൽ മൗത, നിന്റെ മരണം ഫിൽ ബദൻ, ശരീരത്തിലാക്കണം. അങ്ങനെയാണല്ലോ ഉള്ളത്. നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് പോകില്ല, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു, ആ അല്ലാഹു പറഞ്ഞതല്ലാതെ ഞാൻ കേൾക്കില്ല എന്നൊരുറച്ച തീരുമാനം നമ്മുടെ ആത്മാവിനുണ്ടാകണം. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അഴകുഴമ്പൻ നിലപാടുകൾ, അവിടെ ഒരു തുള്ളലുണ്ട്, അതിനും പോകാം. ഇപ്പുറത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിനും പോകാം. ഇങ്ങനെയുള്ള വളരെ തരം താഴ്ന്നൊരവസ്ഥയിലേക്ക് നിന്റെ ആത്മാവിനെ നീ എത്തിക്കരുത്, ദോഷം ചെയ്യും. വൽ ഹസീമത്ത ഫിൻ നഫ്സ്, നീ
പിന്തിരിഞ്ഞോട്ടം, തിന്മയിൽ നിന്നുള്ള പിന്തിരിഞ്ഞോട്ടം, അത് നിന്റെ നഫ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നഫ്സ് എന്ന് പറഞ്ഞാൽ അമ്മാറത്തും ബിസ്സൂ ആണ്. തിന്മ കൊണ്ടേ നമ്മോട് അത് പ്രത്യേകം ഉണർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തിന്മയുടെ വക്താവാകാതെ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ നിന്റെ നഫ്സിന് കഴിയണം. അതോടൊപ്പം വൽ മൗത്തഫിൽ ബദനി, നിന്റെ ശരീരത്തിൽ, നിന്റെ ഈ ശരീരത്തിനൊരു മരണമുണ്ട് എന്നതും നീ ഉറപ്പിക്കണം. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ, അന്ന മൻസിലക്കൽ ഖബ്റു, നിന്റെ ശരിയായ വീടിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ മൻസിൽ എന്ന് എഴുതി വെക്കലുണ്ട്. അത് താൽക്കാലിക മൻസിലാണ്. എന്നാൽ നിന്റെ ശരിയായ വീട് അൽ ഖബ്റു, അത് ഖബറാണ്. നമ്മൾ ഉപ്പാപ്പമാരൊക്കെ മരിച്ചു പോയില്ലേ, എത്ര കാലമായി? അവരിവിടെ ജീവിച്ചത് 70-80 കൊല്ലമാണെന്ന് കരുതൂ നിങ്ങൾ. മരിച്ചിട്ട് എത്രയായി? ഇനി എത്ര വേണം? അപ്പോൾ ശരിയായ മൻസിൽ ഏത് തന്നെയാണ്? ഖബറാണ്. അഹ്ലുൽ മഖാബിർ, ഖബറാളികൾ, യന്തളിറൂനക്, നിന്നവർ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഫീ കുല്ലി ലഹ്ളത്തിൻ, എല്ലാ സമയത്തും. മതാ തസ്വിലു ഇലൈഹിം, നീ എപ്പോഴാണ് അവരിലേക്ക് ചേരുന്നത്? എപ്പോഴാ ഇവൻ വരിക? ഖബർസ്ഥാനിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുകൂടെ വാഹനത്തിൽ സ്ത്രീകളും പോകാറില്ലേ? അപ്പോഴൊക്കെ ഒരു ബോധം വേണം, എൻ്റെ മൻസിൽ, എൻ്റെ പാർപ്പിടം, എൻ്റെ നല്ല എനിക്കുള്ള വീട്, ഒരുപാട് കാലം കിടക്കേണ്ട വീട്, അത് ഖബറാണെന്ന ബോധം. ആ ഖബറിൻ്റെ സമീപത്തുകൂടെ, ശ്മശാനങ്ങളുടെ അരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ ഒക്കെ ബോധം വരണം. ആ ഖബറാളികൾ വിളിക്കുന്നുണ്ട്, മതാ തസിലു ഇലൈഹിം, എപ്പോഴാ ഇവൻ ഇങ്ങോട്ടെത്തുക എന്നുള്ള വല്ലാത്ത ഒരു പ്രതീക്ഷയിലാണ് അവർ. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇയ്യാക്ക സുമ്മ ഇയ്യാക്ക, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അൻ തസ്വില ഇലൈഹിം ബിലാ സാദ്, ഒരു ഭക്ഷണവും ഇല്ലാതെ, ഒരു ഒരുക്ക് സാമഗ്രിയും ഇല്ലാതെ അവരിലേക്ക് നീ ചേരുന്നത് നല്ലോണം കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം. ഒന്നുമില്ലാതെ വെറും കൈയോടെ നിന്റെ വീട്ടിലേക്ക് നീ മടങ്ങുന്നത് ശ്രദ്ധിക്കണം. ഒരു പ്രവാസിയുടെ അവസ്ഥ എടുക്കാം. അദ്ദേഹം നല്ല ലഗേജുമായി, വലിയ പെട്ടികളുമായി വരുമ്പോൾ കുടുംബത്തിന് എന്തൊരു സന്തോഷം ഉണ്ടാവും. അതല്ല, അവിടുന്ന് പിടിച്ചു കയറ്റി ഒന്നുമില്ലാതെ കയ്യും വീശി വരികയാണെങ്കിൽ ഒരാളൊക്കെ പോവും ചിലപ്പോൾ കൊണ്ടുവരാൻ. ചിലപ്പോൾ അദ്ദേഹം തന്നെ പറയും, ആരും വരണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എത്രത്തോളം അങ്ങനെ വന്ന ആളുകളെ സ്വീകരിക്കാതെ പോന്നതും നമ്മുടെ നാടുകളിലില്ലേ? ആ ഒറ്റ ഉദാഹരണം പോരെ നമുക്ക്. ഒന്നുമില്ലാതെ ഖബറിലെത്തിയാൽ, ഒരു സാധുമില്ലാതെ ഖബറിലെത്തിയാൽ എന്തായിരിക്കും നമ്മെ അവിടെ സ്വീകരിക്കാനുണ്ടാവുക? ഏത് രൂപത്തിലുള്ള സ്വീകരണമാവും നമുക്കവിടെ ലഭിക്കുക? ചിന്തിക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് വല്ല സാധുമുണ്ടോ? നിങ്ങളുടെ അടുത്ത് വല്ല സാധുമുണ്ടോ? വജ്അലി തഖ്വ സാധന എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. തഖ്വയായിരിക്കണം വലിയ സാദ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. അതാലോചിക്കണം. എൻ്റെ ആത്മാവ് ഈ രൂപത്തിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടോ? എൻ്റെ ശരീരത്തെ, എൻ്റെ നഫ്സിനെ ഈ രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത ഈ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ വരണം, ഓർമ്മ വരണം. ഖാല അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈമാനിൻ്റെ നിറകുടമാണ് സിദ്ദീഖ് തങ്ങൾ. എൻ്റെ സിദ്ദീഖിൻ്റെ ഈമാൻ ഒരു തട്ടിലും മറ്റു വിശ്വാസികളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു അബീബക്കർ, എൻ്റെ സിദ്ദീഖിൻ്റെ ഈമാൻ അത് മുൻതൂക്കമുണ്ടാകുമെന്ന് ആരംഭ റസൂലുള്ളാഹി. ഓർക്കണം, ആ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഹാദിഹിൽ അജ്സാദു ഇമ്മാ ഖഫസു തുയൂർ ഔ ഇസ്തബിലു ദവാബ്. നമ്മുടെ ഈ ശരീരത്തിനെ ഉപമിക്കുകയാണ് മഹാനവറുകൾ. ഒന്നിരിക്കൽ പക്ഷിയുടെ കൂടുകളെ പോലെയാകും. കൂട്ടിലുള്ള പക്ഷി,
ആ പക്ഷിക്കൂടുകളെ പോലെയാണ്. ഔ ഇസ്തബിലു ദവാബ്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആല പോലെ ആയിരിക്കും. രണ്ട് ഉദാഹരണങ്ങൾ. ഒന്നിരിക്കൽ പക്ഷികളുടെ കൂട്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫതഫക്കർ ഫീ നഫ്സിക മിൻ അയ്യിഹിമാ അൻത, ഇതിലേതിലാ നീ ആകേണ്ടതെന്ന് നല്ലോണം ആലോചിച്ചോ, നല്ലോണം ചിന്തിച്ചോ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇൻ കുൻത മിന തുയൂരിൽ ഉൽവിയ്യ, നീ പക്ഷികളെ പോലെ ഉന്നതിയിൽ പറക്കുന്ന ആ രൂപത്തിലാണെങ്കിൽ, ഫഹീന തസ്മൗ ത്വനീന ത്വബലിൻ ഇർജിഇ ഇലാ റബ്ബിക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ്യ എന്ന് പറയുന്ന ആയത്ത് കേട്ടിട്ടില്ലേ? ആ മെസ്സേജ് വരുമ്പോൾ, വാ ശുദ്ധ ആത്മാവേ, കഴിഞ്ഞു, ഇനി ആ താഴ്ന്ന ശരീരത്തിൽ നിൽക്കണ്ട. ഇർജിഇ ഇലാ റബ്ബിക്കി, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ എന്ന് ആ ആത്മാവിനോട് വിളി വരുമ്പോൾ, തതീറു സാഇദൻ ഇലാ അൻ തഖഉദ ഫീ അആലി ബുറൂജിൽ ജിനാൻ, സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് അത് പാറാൻ വെമ്പൽ കൊള്ളും ആ ആത്മാവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്ക് പറഞ്ഞിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കൂട്ടിലടക്കപ്പെട്ട് കിടക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയോട് അതിൻ്റെ കൂടങ്ങ് ഓപ്പൺ ചെയ്ത് പാറാനുള്ള ഒരു അവസ്ഥ കൊടുക്കുമ്പോൾ അത് ഉന്നതിയിലേക്ക് പാറിപ്പോകുന്നത് പോലെ സംശുദ്ധമായ ആത്മാവാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത രൂപത്തിലേക്ക്, ആ വലിയ സ്ഥാനത്തിലേക്ക് അത് പാറിപ്പോകും. അപ്പം ആ പക്ഷിക്കൂട്ടിലുള്ള പക്ഷിയാണോ നീ ആകേണ്ടത്? അതല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗത്തി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങളുടെ മരണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ അർശ് വിറച്ചുപോയി. ഇഹ്തസ്സ അർശുർ റഹ്മാൻ, കണ്ടോ, ആ ശുദ്ധമായ ആത്മാവിനെ വരവേൽക്കാൻ അള്ളാഹുവിൻ്റെ അർശ് പുളകം കൊള്ളുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ ഷഹീദായപ്പോൾ ആ ആത്മാവിനെ വരവേൽക്കാൻ അള്ളാഹുവിൻ്റെ അർശ് ഒരുങ്ങി. പക്ഷിയുടെ ആത്മാവ് പോലെ, കൂട്ടിലിട്ട പക്ഷി അതിനെപ്പോഴാണ് പറക്കാൻ ചാൻസ് ലഭിക്കുന്നത്, അപ്പോൾ അത് പറന്നു പോകുന്നത് പോലെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങളുടെ ആത്മാവത പറന്നു പോകുമ്പോൾ അതിനെ സ്വീകരിക്കാൻ അവിടെ അള്ളാഹുവിൻ്റെ മാലാഖമാരും അള്ളാഹുവിൻ്റെ അർശുമൊക്കെ ഒരുങ്ങുന്ന രംഗം അത് പക്ഷിയെപ്പോലായതുകൊണ്ടാണ്. ഏതാണ് നിന്റെ ആത്മാവാകേണ്ടത്? അങ്ങനെയാണോ? ഇനി ചോദിക്കുന്നു, അയ്യാദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ, ഇൻ കുന്ത മിനദ് ദവാബി, നീ മൃഗങ്ങളുടെ ആലയിലുള്ള മൃഗങ്ങളെപ്പോലെയാണോ? കമാ ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഉലൈക കൽ അൻആമി ബൽ ഹും അളല്ലു, നീ മൃഗങ്ങളെപ്പോലെ ആണോ, അതല്ല അതിനേക്കാളും അധപ്പതിച്ച മനുഷ്യനാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ലാഹ് ഫലാ തഅ്മൻ ഇന്തിഖാലക, അങ്ങനെ മൃഗതുല്യനായി നീ മാറിയാൽ നിന്റെ പോക്ക് മിൻ സാവിയത്തിദ്ദാരി ഇലാ ഹാവിയത്തിന്നാർ, നിന്റെ വീടിൻ്റെ മൂലയിൽ നിന്ന് നരകത്തിൻ്റെ വലിയ ആ ഗർത്തത്തിലേക്ക്, ആ തീജ്വാലയിലേക്ക്, ഇളകി മറിയുന്ന തീയിലേക്കാണ് നിന്റെ പോക്കുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും നിന്റെ നഫ്സിനെയും നിന്റെ റൂഹിനെയും നിന്റെ ബദനിനെയും നീ ശുദ്ധീകരിക്കണം. അങ്ങനെ സംശുദ്ധമായ ആത്മാവിൻ്റെ ഉടമയായി നീ മാറണമെന്നാണ് ഈ വാക്കുകളുടെ പൊരുൾ. അതുകൊണ്ട് നമുക്കൊരുപാട് പാഠമുണ്ട്. തെറ്റുകളിൽ നിന്ന് രാജിയാകാതെ രക്ഷയില്ല. ഏത് സംഗതികൾക്കും നമ്മൾ കൂടിക്കൊടുക്കുന്ന ഒരാഘോഷത്തിമർപ്പിൽ അള്ളാഹുവിനെ മറക്കുന്നവരായാൽ
പിടിക്കും അല്ലാഹു. യാതൊരു സംശയവുമില്ല. പക്ഷിക്കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെപ്പോലെ ചാൻസ് കിട്ടിയാൽ, പുറപ്പെടാനുള്ള ഒരു മെസ്സേജ് വന്നാൽ അല്ലാഹ് ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. അതുപോലെ പുറപ്പെടാനുള്ള വിളി വന്നാൽ പിന്നെ ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എൻ്റെ നല്ലവരായ അടിമകളിൽപ്പെട്ട് സ്വർഗലോകത്തേക്ക് സ്വാഗതം, കയറി വരൂ എന്ന് കേൾക്കുന്നൊരാത്മാവായി എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് മാറേണ്ടതില്ലേ? തീർച്ചയായും ചിന്തിക്കണം, എന്നിട്ട് പാഠം ഉൾക്കൊള്ളണം. അല്ലാതെ കേട്ടിട്ട് എന്തർത്ഥം? കേട്ട് തള്ളിയിട്ട് എന്തർത്ഥമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമ്മളൊക്കെ ചിന്തിക്കുക, ആലോചിക്കുക. എപ്പോഴാണ് ആ വിളിയാളം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ഇത്രയും വലിയ ഹൃദയസ്പർക്കായ വലിയ വലിയ ഉപദേശങ്ങളാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നമ്മോട് നടത്തിത്തരുന്നത്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമുക്കൊക്കെ ഉന്നതങ്ങളിലെത്താൻ, നമ്മുടെ ആത്മാവിന് വലിയ ശോഭയുണ്ടാക്കാൻ, വലിയ പ്രഭയുണ്ടാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.